നമ്മളിപ്പോൾ കുട്ടിക്കാനത്തുള്ള തൃശ്ശങ്ക് ഹെവൻ റിസോർട്ടിലാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമേ വന്നപ്പോൾ ഇവിടെ നല്ല തണുപ്പും കോടയായിരുന്നു എന്ന്. പക്ഷേ ഇന്ന് തണുപ്പും കോടയും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു എന്തു തണുപ്പും കോടയാണെന്നറിയാം. തൃശ്ശങ്ക് ഹെവനിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവരൊരു ടവർ പോലത്തെ ഒരു സംഭവം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് വ്യൂ ആസ്വദിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ആ ടവറിൻ്റെ മുകളിലാണ് കേട്ടോ. ആ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതാ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ? കൂടുതൽ തണുപ്പ് കൊള്ളാതെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. ഇവർ എങ്ങനെയാണോ നമുക്ക് റൂം തന്നത് അതുപോലെ തന്നെ ആ റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് ഇവിടെ നല്ല ഏത് ഹോട്ടലിൽ പോയാലും ഞങ്ങളത് ചെയ്യാറുണ്ട് കേട്ടോ. പിള്ളേർക്കും അതൊരു ശീലമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒക്കെ ഇരിക്കട്ടെ, ഈ റിസോർട്ടിലെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ റിസോർട്ടിന്റെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കുറേയധികം സെലിബ്രിറ്റികൾ വന്ന് താമസിച്ചിട്ടുണ്ട്. മോഹൻലാലും ഒക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റൂംസ് മാത്രമല്ല കോട്ടേജസും ഉണ്ട്. ആ കോട്ടേജസിന് 5000 രൂപയാണ് റെന്റ്. നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ അതിനെക്കാട്ടി കുറച്ച് കിട്ടും കേട്ടോ. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് പോരാ. അത് കാരണം നമ്മൾ എപ്പോഴും പുറത്തുനിന്നാണ് പോയി കഴിക്കുന്നത്. ആദ്യം നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് കഴിച്ചു, പിന്നെ നമ്മൾ അബദ്ധം ചെയ്തിട്ടില്ല. നമ്മൾ പുറത്ത് പോയാണ് കഴിക്കാറുള്ളത്. ഫുഡ് കഴിച്ച് ബാക്കി എല്ലാ കാര്യവും അടിപൊളിയാണ്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ ഒരു 2500 രൂപയ്ക്ക് കുട്ടിക്കാനത്ത് വന്ന് അടിപൊളിയായിട്ട് കോടയും തണുപ്പൊക്കെ കൊണ്ടിട്ട് പോവാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങുന്നില്ല, നമുക്ക് നേരെ വാഗമണ്ണിലോട്ട് പോകാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നെങ്കിലേ അടുത്ത വീഡിയോ കാണാൻ പറ്റും.